ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു നോക്കുക. എന്നിട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതാ ആദ്യം നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് സവാളയാണ്. അപ്പം ഞാൻ ഒരു 3 മീഡിയം സൈസിലുള്ള സവാള സ്ലൈസ് ചെയ്തിട്ട് ഇതാ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ഞാനിപ്പോൾ ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതാ കുറച്ച് കറിവേപ്പില അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് ഇതാ 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതാ 1 കപ്പ് ക്യാബേജ് അതും സ്ലൈസ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതാ 1 ടീസ്പൂണ് നല്ല കളറില്ലത് എന്നാൽ എരിവില്ലാത്ത മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ ഇതാ ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാ ഇത് ഒന്ന് പുഴുങ്ങിയെടുത്ത ചിക്കനാണ് കേട്ടോ. ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തതാണ്. അത് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ എല്ലാം കൂടി നല്ലോണം കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാം. പിന്നെ മിക്സ് ചെയ്യുമ്പം നല്ലോണം പ്രസ് ചെയ്തിട്ട് ആ ഉള്ളിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരണം. ആ ഒരു വിധത്തിൽ വേണം മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കൈയോടെ തന്നെ നല്ലോണം പ്രസ് ചെയ്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. പിന്നെ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. കാരണം നമ്മൾ ആ സ്നാക്കിൻ്റെ ഒരു ക്രിസ്പിനെസ് നഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈ കൊണ്ട് നല്ലോണം പ്രസ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്താൽ ആ ഉള്ളിൽ നിന്നുള്ള സവാളയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരും. അത് തന്നെ മതി ഇതിലേക്ക്. ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ നല്ലോണം ഒന്ന് കുഴഞ്ഞു വരണം. അപ്പോൾ അതുവരെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. നമ്മൾ പത്തലിനെല്ലാം യൂസ് ചെയ്യുന്ന അരിപ്പൊടിയില്ലേ, അത് ഒരു 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കടലമാവാണ്. അതും നമ്മൾ എത്രയാണോ അരിപ്പൊടി എടുത്തിട്ടുള്ളത് അതായത് 2 ടേബിൾ സ്പൂൺ തന്നെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഒരു 2 ടേബിൾ സ്പൂണ് കടലമാവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലോണം കൈവച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ടൈമിലും നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടില്ല കേട്ടോ. ആ ഉള്ളിൽ നിന്ന് ഇറങ്ങിയ വെള്ളത്തിൽ തന്നെ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെ നല്ലോണം ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പം നമുക്ക് നിർത്താം കേട്ടോ. മിക്സ് ചെയ്യൽ നിർത്താം. ഇനിയിപ്പോൾ ഒന്നുമില്ല, അതാ ഈ ഒരു പരുവാവും നിങ്ങൾ മിക്സ് ചെയ്ത് കഴിയുമ്പം. അപ്പോൾ ഇതാ ഇനി ഇതിപ്പം നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഇതാ ഇതുപോലൊരു 3 കോഴിമുട്ട ഞാൻ നല്ലോണം പുഴുങ്ങിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഇതിപ്പം നമ്മൾ സ്നാക്കിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ചെയ്തെടുക്കുക. ഇനിയിപ്പം നമുക്ക് ഒന്നുമില്ല, ജസ്റ്റ് ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം കുഴച്ച് വെച്ച് ആ ഒരു ഉള്ളിൻ്റെ മിക്സ് എടുക്കുക കുറച്ച്. എന്നിട്ടൊന്ന് കയ്യിൽ വെച്ച് ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് പരത്തി വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് സ്ലൈസ് ചെയ്ത് വെച്ച എഗ്ഗില്ലേ, അതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ഇത് നല്ലോണം ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ ഇതാ മുട്ടയെല്ലാം നല്ലോണം കവറായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇനി ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യാനാവുമ്പം ഇങ്ങനെ എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഉള്ളിയെല്ലാം നല്ലോണം മിക്സ് ചെയ്തിട്ട് വെക്കാൻ നിൽക്കണ്ട. പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യുക, ഫില്ല് ചെയ്യുക, ഫ്രൈ ആക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ ഇങ്ങനെ ഷേപ്പ് ചെയ്യുമ്പോൾ മുട്ടയെല്ലാം നല്ലോണം കവറാകുന്ന വിധത്തിൽ ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഇതാ ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ നല്ലോണം ചൂടാവേണ്ട കേട്ടോ. ഒരു മീഡിയം ചൂടാവുമ്പോൾ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇടയ്ക്കിടെ ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് 2 ഭാഗത്തും ഒരേ കളറാക്കിയിട്ട് നല്ലോണം ക്രിസ്പി ആയിട്ട് തന്നെ എടുക്കാൻ നോക്കുക.
ഓവറായിട്ട് ക്രിസ്പി ആവണ്ട. അപ്പം ഉള്ളിയല്ലേ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് കോരി മാറ്റാം കേട്ടോ. ഇനിയിപ്പം ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ മയോണൈസോ അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. പിന്നെ സെർവ് ചെയ്യുമ്പം ചൂടോടെ തന്നെ സെർവ് ചെയ്യാൻ നോക്കുക. ചൂടാറി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലെ നല്ല നല്ല റെസിപ്പീസും വീഡിയോസൊക്കെ ആയിട്ട് വരാം. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.